ഈ മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് നടന്ന അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് എക്സാമിനേഷനകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 92/2020 കൊണ്ടുവന്ന സയൻസ് പാർട്ടിൽ ചോദിച്ച ചോദ്യങ്ങൾ ഡിസ്കഷനാണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. ഈ ചോദ്യ പേപ്പർ കോഡിനകത്തുനിന്ന് ചോദിച്ച മാത്സ് ക്വസ്റ്റ്യനും പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനും നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോസ് കണ്ടു നോക്കാം. സോ ഒന്നാമത്തെ ചോദ്യം, എംഫിസിമ ഏത് അവയവത്തെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ്? എംഫിസിമ ബാധിക്കുന്നത് ലങ്സ് അഥവാ ശ്വാസകോശത്തെയാണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. ഉറക്കത്തിന്റെയും ഉണർവിന്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് മെലാറ്റോനിൻ ആണ്. നമ്മൾ തൈറോക്സിൻ ഹോർമോൺ നോക്കിയാൽ തൈറോക്സിൻ ഹോർമോൺ എന്ന് പറയുന്ന പല ഹോർമോണുകളും സിക്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രിക്കഴ്സർ ഹോർമോൺ ആയിട്ടാണ് തൈറോക്സിൻ ആക്ട് ചെയ്യുക. ഓക്സിറ്റോസിൻ ഹോർമോൺ എന്ന് പറയുന്നത് ചൈൽഡ് ബർത്തും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഓക്സിറ്റോസിൻ ഹോർമോൺ. അഡ്രിനാലിൻ ഹോർമോൺ എന്ന് പറയുന്നത് ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഫ്ലോ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ഹോർമോണാണ് അഡ്രിനാലിൻ ഹോർമോൺ എന്ന് പറയുന്നത്. തൈറോയിഡിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു, തൈറോയിഡിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ധാതു എന്ന് പറയുന്നത് അയഡിൻ ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. രോഗങ്ങളും അവയുടെ രോഗാണുക്കളും തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? പ്രോട്ടോസോവ, മലമ്പനി പരത്തുന്ന പ്രോട്ടോസോവയാണ്. ക്ഷയം ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. ന്യൂമോണിയ എന്ന് പറയുന്നത് ബേസിക്കലി ബാക്ടീരിയ കൊണ്ടും വൈറസ് കൊണ്ടും ഫംഗസ് കൊണ്ടും സംഭവിക്കും. ബേസിക്കലി അതിനൊരു ബാക്ടീരിയൽ ഡിസീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ഒരു കോമ്പിനേഷൻ തെറ്റാണ്. ഫംഗസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വട്ടച്ചൊറി ഉണ്ടാകുന്ന ഫംഗസ് മൂലമാണ്, അതും ശരിയാണ്. സോ ഇവിടുത്തെ ആൻസർ തെറ്റായിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സി വൈറസ് ന്യൂമോണിയാണ്. ഓസോൺ പാളിയെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്ന്, ഓസോൺ പാളിയുടെ ഭൂരിഭാഗം ട്രോപ്പോസ്ഫിയറിലാണ്. ഓസോൺ പാളിയുടെ ഭൂരിഭാഗം എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. ശരിയാണ്. സൂര്യന്റെ അൾട്രാവയലറ്റ് വികിരണങ്ങൾ എന്ന ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു. ശരിയാണ്. സോ രണ്ടും മൂന്നും ശരിയാണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. പെല്ലാഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗമാണ്? വൈറ്റമിൻ B3 ഡെഫിഷ്യൻസി മൂലമാണ് പെല്ലാഗ്ര സംഭവിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഒരു ലെൻസിന്റെ പവർ 2.8 ഡയോപ്റ്റർ ആണ്. ഏത് ലെൻസ് ആണ്? ഫോക്കസ് ദൂരം എന്ത്? സോ ബേസിക്കലി പവർ എന്ന് പറയുന്നത് 1 റെസിപ്രോക്കൽ ഓഫ് ദ ഫോക്കൽ ലെന്ത് ആണ്. സോ ഫോക്കൽ ലെന്ത് എന്ന് പറയുന്നത് 1/2.5 എന്ന് കിട്ടും. 1/2.5 എന്ന് കിട്ടും. സോ അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഇതിനെ 10/25 എന്ന് വേണം എഴുതാം. 10/25 എന്ന് വേണം നമുക്ക് എഴുതാം. കുഴപ്പമൊന്നുമില്ല. കാരണം 10 കൊണ്ട് നമ്മൾ മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ബേസിക്കലി നമ്മൾ 1/25 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മീറ്റർ ഇൻവേഴ്സിലാണ്. ഇതിനെ സെന്റിമീറ്റർ ഇൻവേഴ്സിലേക്ക് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? സെന്റിമീറ്റർ ഇൻവേഴ്സിലേക്ക് കിട്ടാനായിട്ട് നമ്മൾ എന്താ പറയുക, ഈ തന്നിരിക്കുന്ന സാധനത്തിന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മീറ്റർ ഇൻവേഴ്സ് മുകളിൽ വരുമ്പോൾ മീറ്റർ ആവും. സോ നമുക്ക് എന്ത് പറയാനായിട്ട് വരും? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1000 ഡിവൈഡ് ബൈ 25 എന്ന് കിട്ടും. 1000 ഡിവൈഡ് ബൈ 25 എന്ന് പറയുമ്പോൾ 40. സോ 40 സെന്റിമീറ്റർ ആണ് ഇവിടുത്തെ ഫോക്കൽ ലെന്ത് എന്ന് പറയുന്നത്. പവർ പോസിറ്റീവ് ആയിട്ട് വരുന്ന ഫോക്കൽ ലെന്ത് പോസിറ്റീവ് ആയിട്ടുള്ള കോൺവെക്സ് ലെൻസിനാണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ഏതിലാണ് ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതലുള്ളത്? വായു, ശൂന്യത, വെള്ളം, സ്റ്റീൽ. ആൻസർ എന്ന് പറയുന്നത് സ്റ്റീലാണ്. പ്രതലബലം എസും ആറുമുള്ള ഒരു സോപ്പ് കുളിമയുടെ അതിലുള്ള പ്രഷർ, ഇന്റേണൽ പ്രഷർ എത്രയാണ്? ഇന്റേണൽ പ്രഷർ എന്ന് പറയുന്നത് 4 times സർഫസ് ഏരിയ ഡിവൈഡഡ് ബൈ 4 times സർഫസ് ടെൻഷൻ ഡിവൈഡ് ബൈ റേഡിയസ് 4s/r ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ISROയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമായ ചാന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത് 2023 ഓഗസ്റ്റ് 23 ലവണങ്ങളുടെ ജലീയ ലായനിയുടെ pH മൂല്യം താഴെ കൊടുത്തിട്ടുണ്ട്. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? NH4Cl ജലീയ ലായനിയുടെ pH എന്ന് പറയുന്നത് 7ൽ കുറവാണ്. അമോണിയം ക്ലോറൈഡ് ഉണ്ടാവുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡും HCl കൂടി ചേർന്നാണ്. അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഒരു വീക്ക് ബേസും HCl എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ബേസും ആയതുകൊണ്ട് ഇവരോട് ഫോം ചെയ്ത സോൾട്ടിനെ നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ അതൊരു അസിഡിക് പ്രോപ്പർട്ടി കാണിക്കും. pH <7 ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് ശരിയാണ്. സോഡിയം നൈട്രേറ്റ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡും നൈട്രിക് ആസിഡോടെ കൂടിയാണ്. സോഡിയം ഹൈഡ്രോക്സൈഡും നൈട്രിക് ആസിഡും സ്ട്രോങ് ബേസും ആയതുകൊണ്ട് രണ്ടുകൂടെ കൂടി ചേരുന്ന സോൾട്ട് വാട്ടറിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ന്യൂട്രൽ സൊല്യൂഷൻ ആണ് കിട്ടുക. സോ ഒരു വാട്ടർ സൊല്യൂഷൻ ജലീയ ലായനിയുടെ pH എന്ന് പറയുന്നത് 7 ആയിരിക്കും. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോഡിയം അസറ്റേറ്റ് ജലീയ ലായനിയുടെ pH മൂല്യം 7ൽ കൂടുതലാണ്. സോഡിയം അസറ്റേറ്റ് ഉണ്ടാവുന്നത് സോഡിയം അസറ്റിക് ആസിഡും
അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡ് കൂടി ചേർന്നാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ബേസും അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു വീക്ക് ആസിഡും ആയതുകൊണ്ട് ഇവ രണ്ടോട് ചേർന്നുള്ള സാൾട്ട് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രോങ് ബേസിക് നേച്ചറാണ് കിട്ടുക. പി എച്ച് എന്ന് പറയുന്ന ബേസിനെ സംബന്ധിച്ച് കൂടുതലായിരിക്കും. സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 ശരിയാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1ഉം 3ഉം ശരിയും 2 തെറ്റുമാണ്. 1ഉം 3ഉമാണ് ശരി. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ റിഡോക്സ് പ്രവർത്തനം അല്ലാത്തതേത്? റിഡോക്സ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവിടെ ഓക്സിഡേഷനും സംഭവിക്കണം, അതുപോലെ തന്നെ എന്ത് സംഭവിക്കണം? റിഡക്ഷനും സംഭവിക്കണം. ഓക്സിഡേഷനും സംഭവിക്കണം, റിഡക്ഷനും സംഭവിക്കണം. സോ ബേസിക്കലി നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നാമത്തെ റിയാക്ഷൻ നമ്മൾ CH4 എന്ന് പറയുന്ന CH4 എന്ന് പറയുന്ന CO2 ആവുന്നു. അതായത് സംഭവിക്കുന്നു ഹൈഡ്രജൻ റിമൂവ് ആവുന്നു, ഓക്സിജൻ ആഡ് ചെയ്യുന്നു. സോ ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചു. ഈ ഓക്സിജനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്ത് സംഭവിച്ചു? അതിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെട്ടു. സോ അവിടെ റിഡക്ഷൻ സംഭവിച്ചു. കാരണം ഓക്സിഡേഷൻ എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ്. റിഡക്ഷൻ എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. ഓക്കെ. ദെൻ രണ്ടാമത്തെ റിയാക്ഷൻ ഹൈഡ്രജൻ പെറോക്സൈഡ് നോക്കിയാൽ ഹൈഡ്രജൻ പെറോക്സൈഡിനെ സംബന്ധിച്ചിടത്തോളം ഹൈഡ്രജൻ പെറോക്സൈഡ് ഓക്സിജനായി മാറുന്നുണ്ട്. അവിടെ ഹൈഡ്രജൻ റിമൂവ്ഡ് ആയി. സോ ദാറ്റ് ഈസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ. ഹൈഡ്രജൻ പെറോക്സൈഡിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു? ഓക്സിജൻ റിമൂവ് ആവുന്നുണ്ട്. ഇവിടെ വാട്ടർ ഫോം ചെയ്യാൻ നേരം. സോ അവിടെ റിഡക്ഷൻ സംഭവിച്ചു. സോ ഓക്സിഡേഷനും ഉണ്ട്, റിഡക്ഷനും ഉണ്ട്. കാൽസ്യം കാർബണേറ്റിന്റെ കേസിലാണ് എങ്കിൽ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ കാൽസ്യം ടു കാൽസ്യം ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ്. സോ അവിടെ ഇതിന്റെ ലൈക്ക് ഓക്സിഡേഷനും റിഡക്ഷനും അല്ല, ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ് സംഭവിക്കുന്നത്. സോ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ അല്ല. ബട്ട് സോഡിയം ഹൈഡ്രേറ്റിന്റെ കാര്യം എടുത്താൽ സോഡിയം ഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് സോഡിയമായിട്ട് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ സംഭവിക്കുന്നു, ഓക്സിഡേഷൻ. സോഡിയം ഹൈഡ്രേറ്റിൽ നിന്ന് ഹൈഡ്രജൻ ഫോം ചെയ്യുന്നു. സോ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, റിഡക്ഷൻ. സോ എന്ത് സംഭവിക്കുന്നു? ഓക്സിഡേഷൻ റിഡക്ഷനും ഉണ്ട്. സോ അതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. സോ റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തത് ഓപ്ഷൻ സി കാൽസ്യം കാർബണേറ്റിന്റെ ഡീകമ്പോസിഷൻ ആണ്. കോളം 1 മൂലകങ്ങളെ കോളം 2 മൂലക പോളിംഗ് സ്കെയിൽ ഇലക്ട്രോണിക് നെഗറ്റിവിറ്റിയുമായി ചേരുംപടി ചേർക്കുക. ബോറോൺ, കാർബൺ, നൈട്രജൻ, ബെറീലിയം. ഇവിടുത്തെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഓർഡർ എന്ന് പറയുന്നത് നൈട്രജൻ ഗ്രേറ്റർ ദാൻ, കാർബൺ ഗ്രേറ്റർ ദാൻ, ബോറോൺ ഗ്രേറ്റർ ദാൻ, ബെറീലിയം ആയിരിക്കും. സോ ഏറ്റവും കൂടിയ വാല്യൂ ആർക്ക് കിട്ടണം? നൈട്രജൻ കിട്ടണം. സോ C3 വരുന്ന നൈട്രജൻ, C1 വരുന്ന ഓപ്ഷൻ ഇതുമാണ്. ബാക്കി രണ്ടെണ്ണം വെട്ടിക്കളയാം. നെക്സ്റ്റ് രണ്ടാമത് വേണ്ട കാർബൺ ആണ്. രണ്ടാമത്തെ വാല്യൂ 2.2. B4 രണ്ടിടത്തും B4 ആണ്. നത്തിങ് ക്യാൻ ബി ഡൺ. മൂന്നാമത്തെ ബോറോൺ 2. സോ എന്താണ്? A3. സോ A3 വരുന്ന ഓപ്ഷൻ നമ്പർ ഡി ആണ്. സോ 2023 രസത്തിൽ നോബൽ പ്രൈസ് വെച്ച കണ്ടുപിടുത്തം എന്ന് പറയുന്ന ക്വാണ്ടം ഡോട്ട്സ്. സോ ലൈക്ക് ഈ ലാസ്റ്റ് നടന്ന ഇനി കുറെ എക്സാമ്പിൾക്ക് റിപ്പീറ്റഡ് ആയ ക്വസ്റ്റൻ ആണ്. സോ ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ട്സ് ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ ആ ചോദ്യപേപ്പർ ആദ്യ സയൻസ് ചോദ്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.